61% കുടിശ്ശിക, 61 തവണ കുടിശ്ശികയായി. 21% ആയിരുന്നു, 2% കൊടുത്തിട്ടുണ്ട്. വീണ്ടും 19% DA കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ്. ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെ ഈ സർക്കാർ DA കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് മെഡിസപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ജീവനക്കാരെ മുഴുവൻ വഞ്ചിച്ച്, അത് കഴിഞ്ഞിട്ട് ആശ്രിത നിയമന സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച്, ഇതെല്ലാം കഴിയുമ്പോഴാണ്, ഈ പരമാനന്ദത്തിൽ കഴിയുമ്പോഴാണ് അവർക്ക് ജീവാനന്ദം നൽകാം എന്ന് സർക്കാർ പറയുന്നത്. സാർ, ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു പദ്ധതിക്ക് ജീവാനന്ദം എന്നൊക്കെ പേരിടുന്നവനെ ഈ സഭയിൽ കൊണ്ടുവന്ന് ഒരു പൊന്നാടയാണ് ഈ ആദരിക്കണം സാർ. ഇതുപോലെ ഉപദ്രവിക്കുന്ന പദ്ധതിക്ക് ഇടുന്ന പേര് ജീവാനന്ദം. സഭ ആദരിക്കണം. ഇത്ര അതെ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റു മേഖല